ശുദ്ധ തെമ്മാടിത്തരം തന്നെയായി കാണിച്ചിരിക്കുന്നത്. അതിനെ ആരും ന്യായീകരിക്കുന്നില്ല. പറഞ്ഞൊരു കാര്യമാണ് ABC പഠിപ്പിക്കുന്നത്. ABC പഠിച്ചിട്ടല്ല ഞങ്ങൾ ഒരു വർഷത്തെ ബോർഡ് എക്സാം പോയി എഴുതിയത്. ഒന്നാമത്തെ കാര്യം. പിന്നാണെങ്കിൽ ഇതിനകത്ത് ആരോപിച്ചായിരുന്നു ഇവിടുത്തെ ഞങ്ങളുടെ വാർഡൻ സാറുമാർ കണ്ണു കുടിച്ചിട്ട് അവരെ തെറി വിളിക്കുന്നു. പിന്നെ ഇപ്പൊ റീഫണ്ട് കിട്ടാത്തതിന്റെ പേരിലാണ് അവർ ഇത്രയും കാര്യങ്ങളിലൂടെ പറഞ്ഞുണ്ടാക്കിയത്. അപ്പൊ ഇവര് തന്നെ പറയട്ടെ, ഇവർക്ക് എന്തെങ്കിലും ഇവിടെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അതായത് +1 നിന്ന് പോയ ഒരു പയ്യൻ തന്നെയാണ് ഇത്രയും ഇങ്ങനെ പറയുന്നത്. അതായത് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും. ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പേരൻസ്, അതായത് പേരൻസിന്റെ നിർബന്ധപ്രകാരമാണെങ്കിൽ ഇവിടെ നിൽക്കേണ്ട, നിങ്ങൾക്ക് പോകാവുന്നു. ഇത്ര നാളായിട്ട് നമ്മുടെ വാടന്മാർ വടിയെടുത്ത് പോലും നമ്മൾ നോക്കിച്ചിട്ടില്ല ബോയ്സ് ഹോസ്റ്റലിൽ. പിന്നെ ഇവിടെ ആ പോയ 2 പെൺകുട്ടികൾ പറഞ്ഞ ഒരു കംപ്ലൈന്റ് ആയിരുന്നു, വാർഡന്മാർ രാത്രി 12 മണി കഴിഞ്ഞിട്ട് വന്ന് ഡോറിൽ മുട്ടി ശല്യപ്പെടുന്നു, ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി നോക്കാത്തൊരു മാനേജ്മെന്റ് ഒന്നും അല്ല ഒരിക്കലും ഇത്. ബോയ്സ് രാത്രി 12 മണിക്ക് ശേഷം കയറുന്നു, സെക്യൂരിറ്റി ഉറങ്ങിപ്പോയത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. ഒക്കെ ഉപയോഗിച്ചിട്ട് ഞങ്ങളെ ഹോസ്റ്റലിൽ കയറി. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാ മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുക? അപ്പോൾ നിങ്ങളെ എല്ലാം ഇവിടെ വിളിച്ച് വരുത്തിയിരിക്കുന്നത് നമ്മുടെ കുറച്ച് ദിവസം കൊണ്ട്, അതായത് 2 ദിവസം കൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ പേരിൽ കുറേ വീഡിയോസ് വൈറലാവുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് പലരും പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് നമ്മുടെ സ്കൂൾ പൂട്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല വീഡിയോസ് വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ഇവിടെ 2 വർഷമായി പഠിക്കുന്ന +2 കുഞ്ഞുങ്ങളുടെ അടുത്ത് നിന്നും പുതിയതായി വന്ന +1കാരുടെ അടുത്ത് നിന്നും അറിയണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളിവിടെ വിളിച്ചേക്കുന്നത്. അപ്പം ഞാൻ അതിനകത്ത് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുവാണ്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്തായാലും നിങ്ങളത് തുറന്നു പറയണം. നിങ്ങളെ ആരും ഇവിടെ നിർബന്ധിച്ച് ഇത് തന്നെ പറയണം എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയേക്കും അല്ലല്ലോ. അതാദ്യമേ ചോദിച്ചേക്കട്ടെ. ഓക്കെ. ഞങ്ങൾ 2 വർഷമായിട്ട് +1 കഴിഞ്ഞിട്ട് ഇപ്പോൾ +2 പഠിക്കുന്ന സ്റ്റുഡൻസാണ്. ഞങ്ങൾ ഈ 1 വർഷത്തോളം കംപ്ലീറ്റ്ലി ഇവിടെ നിന്നിട്ട് ഇന്നേ വരെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ മെയിനായിട്ട് പറഞ്ഞ കാര്യമാണ്, ടീച്ചേഴ്സ് ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല, ഫ്രീ പീരീഡ് ആണ്. ഞങ്ങൾ അങ്ങോട്ട് കെഞ്ചി ചോദിച്ചാൽ പോലും ഞങ്ങൾക്ക് ഇതൊരു ഫ്രീ പീരീഡ് ടീച്ചേഴ്സ് ഒന്നാമത്തെ കാര്യം തന്നിട്ടില്ല. അതുപോലെ ഒരു ക്ലാസ്സുകൾ പോലും ഞങ്ങൾക്ക് എടുക്കാതിരിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ പറഞ്ഞൊരു കാര്യമാണ് ABC പഠിപ്പിക്കുന്നത്. ABC പഠിച്ചിട്ടല്ല ഞങ്ങൾ ഒരു വർഷത്തെ ബോർഡ് എക്സാം പോയി എഴുതിയത്. ഒന്നാമത്തെ കാര്യം. പിന്നെ ടീച്ചേഴ്സ് ചുമ്മാ സ്റ്റാഫ് റൂമിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും അല്ല, എല്ലാ ടീച്ചേഴ്സും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ ഫുഡിൻ്റെ കാര്യം, ഹോസ്റ്റലാകുമ്പോൾ ഒരിക്കലും 5 സ്റ്റാർ ഫുഡ് ഒരിക്കലും കിട്ടണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഹോസ്റ്റൽ ഫുഡിൻ്റെതായ പ്രശ്നങ്ങളല്ലാണ്ട് വേറെ ഓവർ പ്രശ്നങ്ങളോ ഫുഡ് കഴിച്ച് ഞങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഓരോ ഹോസ്റ്റലിലെ ഓരോ +1 +2 ഡിഫറൻസിലായാലും ഓരോ മെസ്സേജസിനെ വെച്ചിട്ടുണ്ട്. അവരതുപോലെ തന്നെ ഓരോ മാസം മാറ്റാറുണ്ട്. അപ്പോൾ ഫുഡിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ ആദ്യം ഞങ്ങളോട് പറയും. അപ്പോൾ ഞങ്ങൾ മെസ്സേജ് വെച്ചിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ അവിടെ എഴുതിയിട്ട് അവിടെ നിന്ന് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് വൈസ് പ്രിൻസിപ്പളും കാണിച്ച് അവർ അവിടെ നിന്ന് പരിഹരിച്ചാൽ വിടുന്നത്. അപ്പം അത്രയും ഇഷ്യൂ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ പറയാറുള്ളൂ. അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ അവർ പരിഹരിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഫുഡിന് വെള്ളം കൊടുക്കുന്നു അങ്ങനെ പറഞ്ഞതൊക്കെ അത് സ്വാഭാവികമായിട്ടൊരു ഹോസ്റ്റലാണല്ലോ, വീടല്ല. അപ്പൊ വീട്ടിൽ കിട്ടുന്നത് നമുക്ക് കറക്റ്റ് കുറുകിയ ചാറും അല്ലെങ്കിൽ കുറെ 2-3 തവി ചാറൊന്നും നമുക്ക് കിട്ടണമെന്നിരിക്കും. ഹോസ്റ്റലാകുമ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസിലെ ഫുഡ് കിട്ടത്തുള്ളൂ. അങ്ങനെ കിട്ടുന്നതനുസരിച്ച് നല്ല ഫുഡാണ് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഇവിടെ പിള്ളേർ പറഞ്ഞു സാറുമാർ മോശമായിട്ട് ബിഹേവ് ചെയ്തു. ഈ സ്കൂളിൽ ഇതനുസരിച്ച് നമ്മൾ പെൺപിള്ളേർ പറയുന്ന കേട്ടിട്ട് സാറുമാരുടെ ഭാഗം പോലും കേൾക്കാതെ നമ്മുടെ മാനേജ്മെന്റ് നമുക്ക് വേണ്ടി സാറുമാരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കംഫർട്ടബിലിറ്റി നോക്കി മാത്രമാണ് ഇവരുടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി നോക്കാത്തൊരു മാനേജ്മെന്റ് ഒന്നും അല്ല ഒരിക്കലും ഇത്. പിന്നെ നമ്മുടെ ടീച്ചേഴ്സിനെ പറ്റി പറയാനാണെങ്കിലും ഈ 1 വർഷം ഇവർ നമ്മൾ കഴിഞ്ഞ വർഷം ഫുള്ള് പഠിപ്പിച്ചു. നമ്മൾ അതനുസരിച്ച് എക്സാം എഴുതി. ഞാൻ നിങ്ങളുടെ +1 +2 നല്ല രീതിയിൽ തന്നെ നമ്മൾ ഡൗട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തന്നാൽ നല്ല രീതിക്കാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. ആരും ഫ്രീ പീരീഡ് തരുകയില്ല. അവർ ചുമ്മാ സ്റ്റാഫ് റൂമിൽ പോയിരിക്കുന്നതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഞങ്ങൾ +2കാർക്കും തോന്നിയിട്ടില്ല. പിന്നെ ഈ +1കാർ വന്നിട്ട് ഇപ്പോൾ ഇവർക്ക് ഇവിടെ 2 ആഴ്ച കൂടുതൽ ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനു മുന്നേ അവരെങ്ങനെ ഇങ്ങനെ ആരോപണങ്ങൾ ചുമ്മാ ഉന്നയിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അതുപോലെ ന്യൂസിൽ പറഞ്ഞ വേറെ കാര്യം ഉണ്ടായിരുന്നു, ഗേൾസ് ഹോസ്റ്റലിൽ സാറുമാർ വെള്ളം അടിച്ചിട്ട് കയറി സ്റ്റുഡൻസിനെ തെറി പറഞ്ഞു. ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വാർഡന്മാരുണ്ട്, ട്യൂട്ടേഴ്സ് ഉണ്ട്. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവർ 24/7 ഞങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾ സേഫ് ആയിട്ട് തന്നെയാണ് അതിൻ്റെ അകത്തുനിന്നുള്ള വിശ്വാസം ഞങ്ങളുണ്ട്. അതുപോലെ അല്ലാണ്ട് സാറുമാർ കയറി വരികയോ രാത്രിയിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതെല്ലാം വെറും ഫേക്ക് ന്യൂസ് മാത്രമാണ്. അപ്പോൾ ഇനി മോന് ഇവിടെ വന്ന് +1 വിദ്യാർത്ഥിയാണ്. നിനക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് ഇവിടുന്ന് ഷെയർ ചെയ്യാനുള്ളതെന്നൊന്ന് പറയാമോ? എനിക്കിവിടെ എക്സ്പീരിയൻസ് ആയിട്ട് നല്ല കാര്യങ്ങളെ പറയാനുള്ളൂ. പിന്നാണെങ്കിൽ ഇതിനകത്ത് ആരോപിച്ചായിരുന്നു ഇവിടുത്തെ ഞങ്ങളുടെ വാർഡൻ സാറുമാർ കണ്ണു കുടിച്ചിട്ട് അവരെ തെറി വിളിക്കുന്നു. പക്ഷേ ഇത്രയും ഞാൻ വന്നിട്ട് ഇപ്പോൾ 1 മാസമായി. പക്ഷേ ഇതുവരെ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ പറയുന്നത് ഇവിടുത്തെ ഫുഡ് മോശമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 മാസമായിട്ട് കഴിച്ചിട്ട് എൻ്റെ വയറിന് പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇവിടുത്തെ ഫുഡ് അത്യാവശ്യം നല്ലതാണ്, ക്ലീൻ ആയിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതലായിട്ട് ആ വീഡിയോയിൽ ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നത്
2 പെൺകുട്ടികൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഈ ഹോസ്റ്റലിൽ നിന്ന് പോകാനുള്ള മെയിൻ കാരണം രാത്രിയിൽ ആൺകുട്ടികൾ ഹോസ്റ്റലിൽ കയറിയത് കണ്ടിട്ട് പേടിച്ചിട്ടും പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് അങ്ങനെ എന്തോ തോന്നിയിട്ടാണ് അവർ പോയത്. അവർ ഭയന്നാണ് ഇവിടുത്തെ വാർഡന്മാരുടെ ടോർച്ചർ കൊണ്ടും പിന്നെ ടീച്ചേഴ്സ് എല്ലാം സ്റ്റാഫ് റൂമിൽ ഇരുന്ന് ചുമ്മാ കഥ പറയാണ്. അവരാരും പഠിപ്പിക്കാൻ വരുന്നില്ല, അവർ ഫുൾ ഡേ ഫ്രീ പീരീഡ് അനുഭവിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. പക്ഷേ അവരിവിടുന്ന് പോകാനുള്ള റീസൺ അവർ നേരത്തെ തൊട്ടേ ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോൾ അവർക്ക് മുന്നോട്ടുള്ള പഠനം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. അപ്പോൾ ഒരു കുട്ടിക്ക് ഇവിടെ പറ്റുന്നില്ലായിരുന്നു, വീട്ടിൽ നിന്ന് മാറി പാരൻസിനെ വിട്ട് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു, അതുകൊണ്ടൊക്കെയാണ് പോയത്. പിന്നെ ഇപ്പോൾ റീഫണ്ട് കിട്ടാത്തതിൻ്റെ പേരിലാണ് അവർ ഇത്രയും കാര്യങ്ങളിലൂടെ പറഞ്ഞുണ്ടാക്കിയത്. അല്ലാതെ വാർഡന്മാരോ മിസ്സുമാരോ അങ്ങനെ ആർക്കും ഒരു ഇത് ഉണ്ടായിട്ടില്ല. വാർഡന്മാരെല്ലാം ഞങ്ങളുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നു, വേണ്ടാത്ത കാര്യത്തിന് ആരും ഞങ്ങളെ ഒന്നും പറയാറില്ല. അതേപോലെ മിസ്സുമാർ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, ആരും സ്റ്റാഫ് റൂമിൽ ചുമ്മാ ഇരിക്കുന്നില്ല. ഇതൊക്കെ ഈ റീഫണ്ടിൻ്റെ പേരിലായിട്ട് അവരുണ്ടാക്കിയ ഓരോ ഇതാണ്. അവർ പറയുന്നത് ഏതോ ഒരു ഫ്രൈഡേയോ സാറ്റർഡേയോ എന്തോ ഫുൾ നിങ്ങൾക്ക് ലീവ് ആയിരുന്നു, നിങ്ങൾ ക്ലാസ്സിൽ ചുമ്മാ ഒരു കോളേജ് പഠനം പോലെ ചുമ്മാ ഇരിക്കുവായിരുന്നു. ഇല്ല, ആരും ഒരു ദിവസം ഫുള്ളൊന്നും ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഞങ്ങളെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അതിപ്പോൾ റീഫണ്ടിൻ്റെ പേരിലുള്ളതാണ്. മിസ്സേ, ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ പഠിക്കുന്ന ബാച്ചാണ് നമ്മൾ. അതായത് നമ്മൾ ഈ വർഷം +2 ബാച്ചാണ്. ഈ +2 ബാച്ചിന് ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഉള്ളതായിട്ട് നമ്മുടെ അറിവിൽ എന്തായാലും ഇല്ല. ഈ പറയുന്ന അവർ ഇത്രയും ഉന്നയിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളൊന്നും നമ്മൾ ഇന്നവരെ അനുഭവിച്ചിട്ടില്ല. കാരണം നമ്മളിവിടെ ഫീസ് അടച്ച് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യുന്നതാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മളെ പാരൻസിനും ഇങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് അറിയിച്ചിട്ടുമില്ല ഇന്നവരെ ഒരു പാരൻസ്. അല്ല, ഈ +2ന്റെ ഭാഗത്തുനിന്ന് +1 അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ഞങ്ങള് സാധനങ്ങൾക്ക് കിറ്റും ഡ്രഗ്സും അതെല്ലാം കിറ്റും നിങ്ങളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ +1 ആരോപണം ഉണ്ടായിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് ഇത്രയും പരാതികൾ വന്നത്. അപ്പോൾ ഇവർ തന്നെ പറയട്ടെ, ഇവർക്ക് എന്തെങ്കിലും ഇവിടെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അതായത് +1 നിന്ന് പോയൊരു പയ്യൻ തന്നെയാണ് ഇത്ര ഇങ്ങനെ പറയുന്നത്. അതായത് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും അവർക്ക് ഇവിടുത്തെ ആംബിയൻസ് പറ്റത്തില്ല. അതുകൊണ്ട് അവർക്ക് എങ്ങനെയും ഒന്ന് നിർത്തിപ്പോയുള്ള കാരണങ്ങൾ അവർ എങ്ങനെ പോയാലും കണ്ടെത്തും. അതിൻ്റെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് വെറുതെ അവർ പറയുന്ന കാര്യങ്ങൾ അത് +1കാരുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കും. ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ചിലവർക്ക് ചേരും ചിലവർക്ക് ചേരണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടോ. പിന്നെ ഇതൊരു ഡിഫൻസ് സ്കൂളാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിന് റൂളൊക്കെ ഉണ്ടാവും. അത് പാലിച്ചാലേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് ആയിട്ട് വിടും. അപ്പോൾ ഈ ഡിഫൻസ് സ്കൂളാകുമ്പോൾ എന്തായാലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അതിനനുസരിച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റൂളൊക്കെ പാലിച്ചാലാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ പറ്റാത്തവന്മാരാണ് പോണേ. അവന്മാർ പെട്ടെന്ന് ഇങ്ങനെ പോയി, അവന്മാർക്ക് പിന്നെ ഇവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളും പിടിക്കാത്തതുകൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും കാരണം പറയണമല്ലോ സ്വാഭാവികമായിട്ട്. എനിക്കിത് പറ്റുന്നില്ല, അത് പറ്റുന്നില്ല. അപ്പം പാരൻസ് കേൾക്കുമ്പോൾ പാരൻസ് അത് കേട്ട് പോകുന്നതാണ്. ഞാൻ +2 പഠിക്കുന്നതാണ്. ഇവിടെ ആ കുട്ടി ഉന്നയിച്ചേക്കുന്നത് നമ്മൾ സാറിൻ്റെ തല തല്ലി പൊട്ടിച്ചെന്ന ഒരു കുറ്റം ഉണ്ടായിരുന്നു. ആണ് സാറ് ടോയ്ലറ്റിൽ വീണ്ടും സാറിൻ്റെ തല പൊട്ടി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അല്ലാതെ സാറിൻ്റെ തല തല്ലി പൊട്ടിച്ചതൊന്നും അല്ലായിരുന്നു. ഇങ്ങനെ ഒരു കുറ്റം ഉണ്ടാക്കി ഇത്രയും പേരെയും +2കാരെയും മൊത്തത്തിലാണ് ഈ വിഷയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ശുദ്ധ തെമ്മാടിത്തരം തന്നെയായി കാണിച്ചിരിക്കുന്നത്. അതിനെ ആരും ന്യായീകരിക്കുന്നില്ല. പിന്നെ ഇവിടെ ആ പോയ 2 പെൺകുട്ടികൾ പറഞ്ഞ ഒരു കംപ്ലൈന്റ് ആയിരുന്നു, വാർഡന്മാർ രാത്രി 12 മണി കഴിഞ്ഞിട്ട് വന്ന് ഡോറിൽ മുട്ടി ശല്യപ്പെടുത്തുന്നു, ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത്. അവരാണെങ്കിൽ രാത്രി അവിടെ കിടന്ന ബഹളം വെച്ചപ്പോഴാണ് വാർഡന്മാർ ചെന്ന് ചോദിച്ചത്. അല്ലാതെ വാർഡന്മാർ അങ്ങനെ ശല്യപ്പെടുത്തുക അങ്ങനെ ഒന്നുമല്ല. ഞങ്ങൾക്ക് എന്തോ ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ആദ്യം ചെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് വാർഡന്മാർ അപ്പം തന്നെ ചെയ്തു തരുന്നുണ്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിക്ക്. +2 വാർഡന്മാർ ഇവിടെ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇത്ര നാളായിട്ട് നമ്മുടെ വാർഡന്മാർ നമ്മൾ വടിയെടുത്ത് പോലും നമ്മൾ നോക്കിയിട്ടില്ല ബോയ്സ് ഹോസ്റ്റലിൽ. നമ്മൾ +2 സ്റ്റുഡൻസ് ആണ്. അവർ ആരോപിക്കുന്ന കുറ്റങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് സാറുമാർ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരുമിച്ചിരുന്ന് വെള്ളം അടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ +1 ബാച്ചിനെ എന്താ പറയുക ഹരാസ് ചെയ്യുന്നു, അവരെ അടിക്കുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കാർക്കും ഇന്നേവരെ അങ്ങനെ അവർ യൂസ് ചെയ്യുന്ന, ഇപ്പോൾ ഒരാൾ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമുക്കാർക്കും ഇന്നേവരെ അങ്ങനെ ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സാറുമാരെപ്പോഴും നമുക്ക് സപ്പോർട്ട് തന്നെയാണ്. അതായത് +2 ഡിഫൻസ് +1 ഒന്നും നോക്കാതെ എല്ലാ കുട്ടികൾക്കും, അവിടെ നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും സാറുമാർ എല്ലാ കാര്യത്തിനും അവർ സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുന്നത്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും കൂടെ ഒന്ന് പരിഹരിക്കുന്നതാണ് സാറുമാർ. പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞിരുന്നു. വെള്ളത്തിൻ്റെ പ്രശ്നം ഇവിടെ കുറച്ച് ദിവസം പൈപ്പ് പൊട്ടിയതിൻ്റെ പേരിൽ ഒരു 2-3 ദിവസം നമ്മൾ വെള്ളത്തിൻ്റെ പ്രശ്നം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലിപ്പോൾ പൈപ്പ് പൊട്ടിയാലും നമ്മളത് പരിഹരിക്കും വരെ നമ്മൾ ആ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 2-3 ദിവസം ഇവർ വാട്ടർ ടാങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളങ്ങൾ എത്തിച്ചു തരികയും ചെയ്തിരുന്നു. ഇതൊരു ഡിഫൻസിൻ്റെ സ്കൂളാണ്.
ഇവിടെ അതിനായിട്ടുള്ള റൂൾസ് ഉണ്ട് തന്നെ. അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തതാണ് അവർ പ്രശ്നം. ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ പേരൻസ്, അതായത് പേരൻസിൻ്റെ നിർബന്ധപ്രകാരമാണെങ്കിൽ ഇവിടെ നിൽക്കേണ്ട, നിങ്ങൾക്ക് പോകാവുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, റീഫണ്ടബിൾ അല്ലെന്ന് വൈസ് പ്രിൻസിപ്പൽ സാർ ഞങ്ങളോട് വന്ന് ആദ്യം തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞിട്ടാണ് അവർ വന്ന് ഇവിടെ വന്നിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു, +1 വന്ന സമയത്ത് ഇവിടെ PT ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചേർത്തത്, ഇവിടെ PT ഇല്ലായിരുന്നു എന്ന്. അപ്പം അതെന്തുകൊണ്ടാണ് ഇവിടെ PT ഇല്ലാതിരുന്നതെന്ന് ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, പറഞ്ഞു. മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ മഴയായിരുന്നു. ഞങ്ങൾ വന്ന് ആ ദിവസം തൊട്ട് ഒരാഴ്ചത്തോളം മഴയായിരുന്നു. പിന്നെ ഞങ്ങളെ തന്നെ പേരൻസ് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് വന്ന് പനി പിടിപ്പിക്കല്. ഇനി PTക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പം തെന്നി കിടക്കുന്ന ഗ്രൗണ്ടാണ്. ഓരോ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും തെന്നി വീഴും, പല പഴുക്കളുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് PT കിട്ടുന്നുണ്ടോ റെഗുലർ? നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഹാപ്പിയാണോ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ?